നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇതാ ബ്രസീൽ വേഴ്സസ് ഫ്രാൻസ് മത്സരം ഇങ്ങെത്തി. നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് ബ്രസീലും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. 26-ാം തീയതി. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ 27-ന് പുലർച്ചെ 1:30 US വെച്ചിട്ട് ഈ കളി നടക്കുന്നത്. ഇതിനായിട്ട് ബ്രസീലിയൻ ടീമിൻ്റെ ക്യാമ്പ് ഇപ്പോൾ US ആരംഭിച്ചു കഴിഞ്ഞു. 15 താരങ്ങൾ ഇന്നലെ ടീമിനോടൊപ്പം ട്രെയിനിങ്ങിനുണ്ടായിരുന്നു. അതിൽ പക്ഷേ 1-2 താരങ്ങൾ പരിക്കിൻ്റെ ആശങ്കയിലാണ്. ഓൾറെഡി പരിക്കേറ്റ് ചില പ്രമുഖർ തന്നെ പുറത്തായി. അലിസൺ ബെക്കർ പുറത്തായി. ഗബ്രിയേൽ മെഗല്ലസ് ഇന്നലെ സ്ക്വാഡിൽ നിന്ന് വിഡ്രോ ചെയ്തു. അതുപോലെ അലക്സാന്ദ്രോ നേരത്തെ വിഡ്രോ ചെയ്തിരുന്നു. അങ്ങനെ പരിക്കിൻ്റെ നിഴലിലാണ്. കൂടാതെ ഇപ്പോൾ 1-2 താരങ്ങൾ വീണ്ടും പരിക്കിൻ്റെ ആശങ്കയുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ബ്രസീൽ ടീമിൻ്റെ ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. 2 താരങ്ങൾ, അതായത് മാർക്കിഞ്ഞോസും റയാനുമാണ് ചെറിയ പരിക്കിൻ്റെ ആശങ്കയിലുള്ളത്. സോ അവർക്ക് സെപ്പറേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസാണ് ഇന്നലെ നൽകിയത് ലോഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. മാർക്കിഞ്ഞോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാരീസ് സെൻ ജർമ്മന് വേണ്ടി 90 മിനിറ്റും കഴിഞ്ഞ ദിവസം കളിച്ചിട്ടാണ് എത്തിയിട്ടുള്ളത് ഫ്രഞ്ച് ലീഗിലെ മത്സരം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലൈറ്റ് റണ്ണിങ്ങും പിന്നെ റീജനറേറ്റീവ് വർക്കുമാണ് നൽകിയിട്ടുള്ളത്. മറ്റ് ടീമിനോടൊപ്പമുള്ള പ്രാക്ടീസിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓർലാൻഡോ സിറ്റിയിലാണ് ഇപ്പോൾ ടീമിൻ്റെ ക്യാമ്പുള്ളത്. ഓർലാൻഡോയിൽ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ മാർക്കിഞ്ഞോസ് എത്തിയിട്ടുണ്ടായിരുന്നു. റയാൻ്റെ കാര്യത്തിൽ ബൺമൗത്തിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന താരമാണ്. അപ്പം അദ്ദേഹത്തിന് മസിൽ ഫാറ്റിഗ് ഉണ്ട് എന്ന് അദ്ദേഹം ഇപ്പോൾ ടീമിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനീഷ്യൽ വാമപ്പിൽ പങ്കെടുത്തു. അതിനുശേഷം ടാക്റ്റിക്കൽ ഡ്രിൽസിലും അതുപോലെ സെമി സൈഡഡ് ഗെയിംസിലും അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പിന്നെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. ട്രെയിനിങ് സെഷനിൽ 15 പ്ലേയേഴ്സ് കറൻ്റ്ലി അവൈലബിൾ ആയിരുന്നു. സോ കാർലോ അഞ്ചലോട്ടി ചെയ്തത് ബോൾ പൊസിഷനിങ് എക്സസൈസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് താരങ്ങളെ കൊണ്ട് ചെയ്യിച്ചത്. വേൾഡ് കപ്പിനുള്ള ഫൈനൽ സ്ക്വാഡ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗം കൂടിയായിട്ടാണല്ലോ ഈ ഒരു കോളപ്പുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വളരെ സൂക്ഷ്മമായിട്ടാണ് കാർലോ അഞ്ചലോട്ടി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതും നിയന്ത്രിക്കുന്നതും. ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള താരങ്ങൾ ലിയോ പെരീര, റയാന്, ഗബ്രിയേൽ സറ, ഇഗോർ തിയാഗോ, ആൻഡ്രി സാൻഡോസ്, ബെൻഡോ, ബ്രമർ, കാസമിറോ, ഡാനിലോ, മിഡ്ഫീൽഡർ ഡാനിലോയാണ്. ഫാബിഞ്ഞോ, ഇബാനസ്, മാത്യൂസ് കുഞ്ഞ, ജാവോ പെഡ്രോ, എഡേഴ്സൺ, മാർക്കിഞ്ഞോസ് താരങ്ങൾ ഓൾറെഡി ക്യാമ്പിലെത്തി മികച്ച രൂപത്തിൽ പ്രാക്ടീസിങ് ആരംഭിച്ചിട്ടുണ്ട്. ബ്രസീലിൻ്റെ ആദ്യ മത്സരം ഇതാ വ്യാഴാഴ്ചയാണ് എന്ന് പറയാൻ നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് ബോസ്റ്റണിലെ ഗിലറ്റ് സ്റ്റേഡിയത്തിൽ. അതിനുശേഷം ബ്രസീൽ ക്രൊയേഷ്യയുമായിട്ട് കളിക്കും. ഏതായാലും ഇന്നത്തെ ട്രെയിനിങ് സെഷനോടുകൂടിയൊക്കെ എങ്ങനെയായിരിക്കും ഫ്രാൻസിനെതിരെയുള്ള 11 എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.